ലൈഫിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ടോട്ടലി സ്റ്റക്കായ ഒരു സിറ്റുവേഷൻ. കരിയർ വൈസ് ഒന്നും സ്മൂത്തായിട്ട് പോകുന്നില്ല, ഫാമിലി വൈസ് സ്മൂത്ത് ആവുന്നില്ല, ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ്, എവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറേ പേർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ, കുറേ പേർക്ക് ജോലി ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ, ഫാമിലി ഇഷ്യൂസ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് കണ്ടൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്ത് അവസ്ഥയാണോ ഫേസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടുമാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പോലും. ഓക്കെ, വൺസ് നിങ്ങൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതിനൊക്കെ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതിഭയങ്കരമായിട്ടുള്ള വളർച്ചയാണ്. ഇതിൽ ഈ ഒരു 2 കാർഡ്സ് ഒന്നിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി വരുന്നുണ്ട്. ഓക്കെ, കല്യാണം നടക്കാതെ, അല്ലെങ്കിൽ കല്യാണത്തിന് കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉടനെ ഒരു മാരേജ് പ്രപ്പോസൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കല്യാണം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു മാറി നിൽക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും എങ്ങോട്ടെങ്കിലും. സോ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇപ്പോൾ പറ്റിയൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് വൈസ് ആയിക്കോട്ടെ, ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ പോലും, ഒരു ട്രിപ്പ് പോകാനാണെങ്കിൽ പോലും, എൻ്റെ ലൈഫിൽ സംതിങ് ഒരു ചേഞ്ച് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മൈൻഡിൽ ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് റിഫ്രഷിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവത്തിലാണ് നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, വെറും ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും റിക്കവർ ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്യുന്നതാണോ അതൊക്കെ ഒരു ലൈഫ് പാറ്റേൺ ആ വഴി അങ്ങ് പൊക്കോളും. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി വരും, അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള ചേഞ്ചസ് വരും. നിങ്ങളൊക്കെ വെറുതെ ഏറ്റെടുക്കാൻ നിന്നാൽ മാത്രം മതി. നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ആക്കിയിട്ട് എനിക്കിത് കിട്ടില്ല, അത് കിട്ടില്ല എന്ന് ഡൗട്ട് വയ്ക്കരുത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ.